guys, welcome back to our channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on another scene from the movie Avesam and जो previous वीडियो था उसमें देखने को मिला था कि अभी इनके पास सिर्फ 15 डेज है एग्ज़ाम के लिए एंड उनको सारे सब्जेक्ट में पास करना है. सो लेट्स सी क्या कुछ होता है, वो पास करते हैं या नहीं. सो बिफोर गोइंग टू स्टार्ट दिस वीडियो, इफ यू आर हियर फॉर द फर्स्ट टाइम, डोंट forget to like and subscribe my channel and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. ഇനിയിപ്പോ നമുക്ക് അടിയൊന്നും കാണാൻ പോണ്ടല്ലേ? വേണ്ട വേണ്ട വേണ്ട. പോപ്പ രംഗച്ചേട്ട വിളിച്ചാലോ? പഠിക്കാണ്ടെന്ന് പറയാം. പഠിക്കാനുണ്ടല്ലോ. 15 ദിവസമുണ്ട്. പഠിക്കണം. ബുക്ക് തിരിച്ചു തരണോ? ഫോട്ടോ ചാർജ് എടുത്തിട്ട് തരാം. എനിക്ക് വേണ്ട നിന്റെ ബുക്ക്. ഡാ നിന്റെ നാക്ക് വലിച്ചാൻ താഴെ ഇടും കേട്ടല്ലോ. എൻ്റെ ഡയലോഗ് ഇതിനകത്തൊന്നും ഇല്ലേ? ഇനിയിപ്പോ രംഗച്ചേട്ടൻ അങ്ങനെ വിളിക്കാനൊന്നും പോണ്ട കേട്ടോ. ശരിയാ, നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ തല്ലാനും വെള്ളം അടിക്കാനോ കൊണ്ടുവന്നു. പരീക്ഷ കഴിയുന്നവർ ഇനി എന്തായാലും വിളിക്കാനൊന്നും നിൽക്കണ്ട. പരീക്ഷ കഴിഞ്ഞാലും വിളിക്കാനൊന്നും പോകണ്ട. എങ്ങനെയെങ്കിലും പാസ്സായി അങ്ങ് പോവാം. എടാ ഇവിടെ എന്തോടാ ഈ മാല ബൾബൊക്കെ? ഇവിടെ എന്താ പള്ളിപ്പെരുന്നാളും വല്ലതും നടക്കുന്നോ? അതിന് ഇവിടെ ഇവിടെ നിറ പള്ളി. എടാ നമ്മുടെ വീട് ओके, रंगा का बर्थडे है. हर जगह रंगा का ही फोटो का कटा हुआ है. बर्थडे पार्टी का शादी का पार्टी लग रहा है, सारे लोग आए. सब पी के पूरा टल्ली हो गया है. പഠിക്കാൻ 13 ദിവസം ഉണ്ടല്ലോ. ഇന്നിനി എന്ത് പണ്ടാരം എന്തായാലും കാണിക്കാൻ പോണം. എടാ അത് ഇന്നലെ പുറത്തിലാണ്ടല്ലേടാ. ഒന്നുമില്ലെങ്കിലും നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്ന ആളല്ലേ. ഒന്നും വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു? അയാളില്ലേ കാണായിരുന്നു. ഇപ്പോഴും ആ കുട്ടിയുടെ കാലേക്ക് കിടക്കേണ്ടി വന്നേ. അത് ശരിയാ. പഠിക്കുന്ന കാര്യമല്ലേ, അത് നമുക്ക് എന്തെങ്കിലും നോക്കാം. എടാ നമ്മളിതുവരെ പുള്ളിയോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പുള്ളി പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളൊന്നും അല്ലല്ലോ. നമുക്ക് പറയാൻ പഠിക്കണമെന്ന്. നമുക്ക് പറയാം അല്ലേ? പുള്ളി കാര്യം മനസ്സിലാവും. അത്രേ ഉള്ളൂ. ट्रक में स्विमिंग पूल. ലാമിനേറ്റ് ചെയ്തോ? ചെല്ല് ചെല്ല് ഡ്രസ്സൊക്കെ മാറിയിരിക്കും. ഡ്രസ് മാറ്റിയിട്ടൊന്ന് കിടക്കണം. Amban is really very funny. ഇനിയും വരും. I love his character. സുഖമായിട്ട് കിടക്കും.
അവനോട് ഞാൻ പറഞ്ഞോളാം കേട്ടോ. എടാ മോനെ, എന്തോ 1 2 3 ആരംഭിച്ചോ. സുന്ദരന്മാരെ, എന്താ ചേച്ചി? ഒരു മിനിറ്റ്. ഇഷ്ടപ്പെട്ടില്ലേ? ആരംഭിച്ചില്ലേ? ഞാനത് ദുഃഖ വാങ്ങിച്ചിട്ട് പിടിച്ച ചേട്ടൻ കാണട്ടെ. അണ്ണ അണെന്ത് പരിപാടി എനിക്കത്? ഏനോ അവന്മാർ കുറച്ച് പ്രൈവസി കൊടുക്കണ. ഞാൻ ഓർത്തില്ല. എടാ പോണേ നിധി, ഹാപ്പി അല്ലേ? ചേട്ടൻ പുറത്തുണ്ട്. എടാ മോനെ, അപ്പൊ നിങ്ങൾ ഇതുവരെ അമ്മാണ് ഇത്ര ചിരിക്കണ്ടായിരുന്നില്ല. പിള്ളേർ സർപ്രൈസ് ആയതുകൊണ്ടാണ്. അയ്യോ അങ്ങനല്ല, നമ്മളിങ്ങനെ അധികം പരിചയമില്ലാത്ത ഒരാളുമായിട്ട് പെട്ടെന്ന് പിന്നെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ. അയ്യോനെ, ഇത് നിന്റെ പ്രശ്നമെന്ന് ആര് പറഞ്ഞു? ഈ രംഗണ്ണനെ ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഈ സ്ത്രീകളുമായിട്ട് ഇടപഴകിയേ വലിയ ശീലമില്ലാത്തോണ്ടാ. ഇടപഴകി അമ്പാനെ, ഞാൻ ഇടപഴകി അണ്ണന്റെ ഇടപഴക. അതായത് അണ്ണൻ കഴിഞ്ഞ വർഷം ഒരു കല്യാണത്തിന് പോയപ്പോ പഠിക്കുന്ന കാര്യം പറയണം. ഒരു സ്ത്രീ അണ്ണന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. ഇടപഴകാൻ യാതൊരു സാധ്യതയില്ലാത്ത സാഹചര്യം. അന്ന് അണ്ണന്റെ ഇടപഴകൽ നിങ്ങൾ കാണുമായിരുന്നു. നിങ്ങൾക്ക് അണ്ണന്റെ ഇടപഴകലിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇനി മേല അണ്ണന്റെ ഇടപഴകലിനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോകും കേട്ടോ. That's all. ഹലോ, ಬಿಡ್ಬೇಡ ಅವ್ರನ್ನ, ಪೂರ ಬೆಂಗಳೂರಿನ ಲಾಕ್ ಮಾಡು. എന്താണ് അവന്മാര് പോയിന്? ആര്? ആ ഹിന്ദിക്കാര്. പറയണ്ട, എന്തോ സീനുണ്ട്, നോക്കട്ടെ. അണ്ണാവന്മാരോടെ പോയാലും പൊക്ക എനിക്കറിയാണ്ണ. അണ്ണൻ വെറുതെ ബർത്ത്ഡേ മാസമായിട്ട് ചുമ്മാ. ഇതൊക്കെ ഒരു സബ്ജക്റ്റാണ്, ഹീറ്റാവില്ലണ്ണ. പിന്നെ പറയാം, പുള്ളിയുടെ മൂഡ് ശരിയുണ്ടോ? അണ്ണനെ കൂളാക്കാൻ എനിക്കറിയാം. നമുക്കൊരു ഗെയിം കളിച്ചാല. എന്റെ പൊന്നോ, നേരത്തെ ഒരു ഓട്ടപ്പെടുത്തം കളിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പഴാ അണ്ണനത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നാണുമ്പോ വീട്ടിൽ
time for Ranga. ഹേ ഇത് ഈസി എന്താ ടഫ് കൊടി സ്റ്റാർട്ടിങ്ങിലാണ് ഇത് മതി ഓക്കെ കൊടി ബേബി മോണെ പഴശ്ശിരാജ വടക്കൻ വീരഗാഥ തച്ചോളിയോധനൻ അല്ല ബ്രില്യന്റ് ഇത് ഏത് പടം പറയുന്നത് മനസ്സിലായില്ല വാളും അമ്പാണേ അണ്ണാ ശ്രദ്ധിക്കാൻ പറ. ശ്രദ്ധിക്കണം അങ്ങോട്ട് ടൂൾസേക്ക് ഭയങ്കര ദേഷ്യമുണ്ട് ആ ബാലൻ തൊട്ടവും ശ്രദ്ധിക്കടാ വീരാളിപ്പട്ട് നിർമ്മാല്യം കിരീടം ചെങ്കോൽ കണ്ണപ്പരത്തി മാർത്താണ്ഡവർമ്മ ഉമ്മണിത്തങ്ക വീരകർത്ത അല്ല ഗുരു കർമ്മ കാളപ്പാണി കാർഷ ഇതല്ല बार कर रहा है इधर इसका फाइनली കൊന്നേക്കമ്പാണ് അണ്ണാ ഇവിടെ വെച്ചാ ഇപ്പൊ ഇവിടെ നിൽക്കില്ല ഇന്നെവിടെങ്കിലും അടിച്ചു വെക്കി. നാളെ കൊല്ല. നാളെ കൊല്ലാം അമ്മ ഇന്നത്തെ കളി ഭയങ്കര ടയർഡായിട്ട് സാക്കോ സാക്കോ വണ്ടി വണ്ടി 2 days എല്ലാവർക്കും off. ഇതുപോലത്തെ ഓട്ടപ്പെടുത്താൻ സാറ്റർഡേ എങ്ങാണ്ടുണ്ടെങ്കിൽ വിളിക്കണേ. ആ ഞാൻ വിചാരിച്ചെന്റെ കന്യോട്ടാണ് മിസ്സായല്ല സാറില്ല നമുക്ക് അടുത്തോളം നോക്കാം പിന്നെ അണ്ണന്റെയും തുടക്കം ഇവിടെ നിന്നാണല്ലോ നല്ല രാശിയുള്ള സ്ഥലവും ഓട്രാ बेचारे कहाँ फंस गए നീ എന്തോ ഈ കാണിക്കുന്നേ? ഈ കത്തിയൊക്കെ എന്തോരാടാ?
जो रेड कलर का वॉल था ये वो था, अंबन जो बोला वो सही है। അയാള് പറഞ്ഞൊക്കെ ഉള്ളതായിരുന്നാ ഈ ചേട്ടനെ കൊന്നതും ഭിത്തിയിൽ പെയിന്റ് അടിച്ചതൊക്കെ. ഇവിടെ വെച്ചായിരുന്നു. എടാ എടാ ഭിത്തിയിൽ പെയിന്റ് അടിച്ചു, പക്ഷെ ഈ ചേട്ടനെ കൊന്നത് മാറാ. എന്താടാ അങ്ങോട്ട് अंबन ने जो कहा था वो ट्रू था यार। എടാ എന്റെ ഫോൺ सो दोस्तों ये था आज का सीन एंड आपको यहाँ देखने को मिलेगा स्टार्टिंग में रांगा का बर्थडे होता है जो कि बहुत ही ग्रैंड तरीके से वो सेलिब्रेट करता है अपना जन्मदिन एंड बहुत ही बड़ा पार्टी है एंड हर जगह उसका ही कटआउट देखने को मिलेगा। इट वॉज रियली वेरी अमेजिंग। वो गाना मैं थोड़ा स्किप की बिकॉज ऑफ द कॉपीराइट इशूज़ एंड मैं उस गाने के ऊपर ऑलरेडी रिएक्ट कर चुकी हूँ। अगर आप लोग रिएक्शन देखना चाहते हैं देन गो एंड चेक आउट माई चैनल। एंड दोस्तों उसके बाद का जो सीन था, जिस तरह से रांगा एक्टिंग कर रहा था वो देखने में बहुत ही मज़ा आ रहा था। लाइक इधर वो तो बहुत ही सीरियस हो गया था वो लड़का, लेकिन जिस तरह से रांगा बार बार उसको दिखा रहा था कि छोटा मुंबई एंड ही इज़ गेटिंग वेरी कंफ्यूज एंड उसको डर भी लग रहा था। एंड जब अंबन ने बोला कि इसी जगह पे ही भाई ने शुरू किया था एंड उसके बाद इसको आइडिया आया एंड वो उस दीवार पर जब चाकू से उस कलर को निकाला तो वहाँ रेड कलर उसको नज़र आया। उसके बाद जहाँ वो किचन में ही उसका डेड बॉडी को छुपाया था वो भी उसको नज़र आया। तो जो भी अंबन बोला था दैट इज़ ट्रू गाइस। अभी इनका हालत तो पूरा ख़राब हो चुका है। अभी क्या होगा आगे कहानी में, एग्ज़ाम भी आ रहे हैं, क्या कुछ होने वाला है। आई थिंक द नेक्स्ट सीन इज गोइंग टू वेरी इंटरेस्टिंग। सो दोस्तों ये था आज का सीन एंड आई होप यू लाइक दिस वीडियो एंड इफ यू हियर फॉर द फर्स्ट टाइम डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल। फिर मुलाकात होगी और किसी रिएक्शन वीडियो के साथ, तब तक बाय बाय।